നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കായ വറുത്തതാണ്. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണല്ലോ കായ വറുത്തതും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും. നമ്മൾ അധിക പേര് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ട്, അതുപോലെ എന്തൊക്കെ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതൊക്കെ നമുക്ക് ഡൗട്ടായിരിക്കും. എന്നാൽ വെറും 5-10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ആയ കായ വറുത്തത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ഈ കായ വറുത്തത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കായ വറുത്തത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂത്ത വാഴയ്ക്ക എടുത്തിരിക്കുക കേട്ടോ. ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ വാഴയ്ക്കാണ്. ഇതിൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ മുകൾ ഭാഗവും ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് പീൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മുറിച്ച് മാറ്റിയ ഈ പീസുകളുണ്ടല്ലോ, ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് നല്ല തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ബനാന പീൽ ഉപയോഗിച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണിത്. അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. വാഴയ്ക്ക തൊലി കൊണ്ടുള്ള തോരന് ഒന്നുകിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം പീൽ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ മുഴുവൻ വാഴയ്ക്ക നമുക്ക് പീൽ ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ വാഴയ്ക്ക മുഴുവനും പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടത്. വാഴയ്ക്ക ഉപ്പേരി അല്ല ഉണ്ടാക്കുന്നത്. ചിപ്സ് ആണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. വാഴയ്ക്ക ഉപ്പേരി ആയതുകൊണ്ട് തന്നെ ഞാൻ നെടുങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചോപ്പ് ചെയ്യാം. ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടേ. നമുക്ക് വേറൊരു വാഴയ്ക്ക എടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കേട്ടോ ഞാനിത് പീൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്കിത് മുഴുവനും ചോപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ചിപ്സിൻ്റെ പീസസ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക, മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് വെള്ളം ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പാട്ടോ ഇത്. പൊടിയുപ്പും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് അലിഞ്ഞു വരട്ടെ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ നമ്മുടെ ചിപ്സ് ആണെങ്കിലും ശർക്കര ഉപ്പേരി ആണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുക. വേറെ ഏത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാഴയ്ക്ക ചേർക്കാം. ഒരുപാട് ചേർക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇരുന്നിട്ട് ഫ്രൈ ആയി വരട്ടെ. ഒരു 3/4 ഭാഗം ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ഉപ്പ് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് കണ്ടില്ലേ, നമ്മൾ ചിപ്സ് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് കുറച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണം നമുക്കിതിലോട്ട് ഉപ്പ് വെള്ളം ഒഴിക്കാൻ. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉപ്പ് വെള്ളമാണിത്. ഇതിന് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ള ഈ ഉപ്പ് വെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടെ പത വരും. ഇനി ഇത് വറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചിപ്സ് നന്നായിട്ട് കുക്കായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പതഞ്ഞ് വരുന്നതൊക്കെ നിന്നു നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നല്ല ചൂടാണിത്. ഇങ്ങനെ പൊട്ടിക്കാൻ, ഒരു ചതുങ്ങി പോകരുത്, ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടണം. ആ ഒരു പരുവാകുമ്പോഴാണ് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റേണ്ടത്. നല്ല ക്രിസ്പി വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റണേ. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. നമ്മൾ വീട്ടിൽ തന്നെ വാഴക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ചിപ്സ് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ടേ ഒരുപാട് വാഴകളൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വാഴക്കുണ്ട്. വെളിച്ചെണ്ണ ആട്ടി വയ്ക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണയുണ്ട്. ഈസി ആയിട്ടും എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലും വാഴക്ക ചിപ്സ് ഉണ്ടാക്കാം. അതായത് കായ വറുത്തത്, കായ ഉപ്പേരി എന്നൊക്കെ പറയട്ടെ. ഇത് ഞാനിതിനെ ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റിയാണ്. ഇനി ഇതിവിടെ ഇന്ന് തണുക്കട്ടെ. അടുത്ത ബഞ്ച് റെഡി ആകുമ്പോഴേക്കിനും ഇത് ഒരുവിധം തണുത്ത് വരും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിപ്സ് ഒന്നും യൂസ് ചെയ്യാനും പറ്റില്ല. കാരണം ഈ ചിപ്സ് നല്ല ക്രിസ്പി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ചേർക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്സ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഏറ്റവും ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചിപ്സ് തന്നെയാണ്. അപ്പോൾ ഈ ചിപ്സും റെഡി ആവട്ടെ. നമുക്ക് ഇതുകൂടെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം കേട്ടോ.
കണ്ടില്ലേ ഒന്നുകൂടെ മുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് തന്നെ വരുന്നില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ടൈമുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്യുന്നതൊക്കെ നമ്മുടെ വേറെ ഡ്യൂട്ടികളുടെ ഇടയിൽ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കായ വറുത്തതാണിത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.